ഈ എമ്പുരാനെ ഈ പറഞ്ഞ ഭയങ്കര പൊളിറ്റിക്സ് സംസാരിക്കുന്നു. അതായത് സംഘിക വിരോധം, സംഘികൾക്ക് എതിർപ്പ്, അല്ലെങ്കിൽ ഈ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വേറെന്തോ ഒരു പ്രത്യേക പെർസ്പെക്റ്റീവ് പറയുമ്പോൾ സംഘികൾക്ക് വിരോധം ഉണ്ടാവും. പട്ടിയുടെ എന്റെ മുമ്പിൽ നിൽക്കല്ലേ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മുമ്പിൽ സാറാ കുരയ്ക്കുന്ന പട്ടിയുടെ മുമ്പിൽ നിന്ന് കുരയ്ക്കല്ലേ. അപ്പൊ അത് തീർച്ചയായിട്ടും വേറെ ഏത് കൂട്ടർക്കും സന്തോഷം ഉണ്ടാവണം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സംഖ്യയോട് ഇഷ്ടമല്ലാത്ത ആരും. ഇപ്പോ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യം വരണം. അങ്ങനെയാണ്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? കോൺട്രവേഴ്സിയും സാധനങ്ങളും ഒക്കെ ഒരു സമയത്ത് ഇറക്കി ആദ്യത്തെ ഈ ഫാൻസ് കച്ചറകളെല്ലാം വന്ന് കണ്ട് നിന്റെ അച്ഛൻ അപ്പുള്ള എത്തണ്ടി ഈ ഫാൻസ് കച്ചറകളെല്ലാം വന്ന് കണ്ട് എന്താ ഡ്രൈവർ നീ പറഞ്ഞത്? എന്റെ ഡിഗ്രി എന്താണെന്ന് നിനക്കറിയോ? ഞാൻ അവധി സമയത്ത് അല്ലാത്ത കുറച്ച് ആൾക്കാരും കാണണ്ട എന്ന് വിചാരിച്ചവരെ പോലും ടെംപ്റ്റ് ചെയ്യും അല്ലേ? അതിനകത്ത് അങ്ങനെ ഒരു എതിർപ്പും കച്ചറയും അല്ലെങ്കിൽ പിന്നെ വേറെ പടത്തിലൊന്നുമില്ല. പടം കൊള്ളത്തില്ലെന്നുള്ള കണ്ടിരുന്നവരെല്ലാം പറഞ്ഞു. നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വിയർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. അത് നശിപ്പിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല. അത് കണ്ടവരാരും തന്നെ എന്നോടും എന്റെ ഒരു സുഹൃത്തും പറഞ്ഞില്ല കേട്ടോ പടം കൊള്ളാന്ന്. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ ആ ഫാസ്റ്റ് ഹാഫ് ഉറങ്ങിപ്പോയെന്ന്. ഒരു വെങ്കൊച്ച് ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഒരു വെങ്കൊച്ച് അവളങ്ങനെ ഉറങ്ങുന്നൊന്നുമല്ല. അവളങ്ങനെ ഉറങ്ങുന്നൊന്നുമല്ല. என்ன வேணாலும் எடுத்துக்கோங்கடா. அவே தூங்காதே தம்பி தூங்காதே. ഇതിന് അതുകൊണ്ടാണോ ഇതിനോട് വിരോധം? സംഭവം മനസ്സിലായോ? അവിടെ ഒരു ഈ കാണണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും കാണാനൊക്കെ ഉള്ള ടെൻഡൻസിയും കൂടുതലാ. അതായിരിക്കും അവർ ജനറേറ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. അത് കൊള്ളാം, നന്നായിട്ടുണ്ട് പൃഥ്വിരാജൻ ടീം. നിന്റെ തന്ത വർക്കിച്ചേട്ടാ, നാളത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻ കുറിച്ചോളൂ. പിടികിട്ടാ പുള്ളിയായ തൊരപ്പ കൊച്ചുണ്ണിയെ CID മുസ പിടികൂടിയിരിക്കുന്നു. വർക്കിച്ച ഇതുകൂടി കുറിച്ചോ? അതിവിദഗ്ധമായ രീതിയിൽ തുരപ്പം കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്ന് മൂരിപ്പോയെന്ന്. അവൻ ഇതിന്റെ ഉള്ളിൽ നൂരിപ്പോയി. വിടരുത് അവനെ.